ജീവിതം ഒരു ഭാരമായി തോന്നുമ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു. ഒരു യന്ത്രത്തെ പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ജീവിതം. ഇതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനു വേണ്ടിയാണ് ഞാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നതെന്ന്? എല്ലാവർക്കും ഇടയിൽ ഞാൻ ഒറ്റപ്പെട്ടവനാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? 2022 റിലീസ് ചെയ്ത ഒരു കെ ഡ്രാമ മൈ ലിബറേഷൻ നോട്ട്സ് എന്ന ഡ്രാമ നമ്മളോട് സംസാരിക്കുന്നത് ഈ ഒരു ഒറ്റപ്പെടലിനെ കുറിച്ചാണ്. സ്ലൈസ് ഓഫ് ലൈഫ് അതുപോലെ റൊമാൻസ് തീം വരുന്ന ഒരു ഡ്രാമയാണിത്. സൗത്ത് കൊറിയയിലെ സാൻപോ എന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണിത്. ഈ ഡ്രാമയിൽ മെയിനായിട്ട് 4 കഥാപാത്രങ്ങളാണ് ഉള്ളത്. 3 സിബ്ലിങ്സും അത് മിസ്റ്റർ ഗു എന്ന ഒരു ക്യാരക്ടറും. 15 എപ്പിസോഡ് ലോങ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. ഇത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ 4 മെയിൻ ക്യാരക്ടേഴ്സും തങ്ങൾക്ക് വേണ്ടുന്ന ലിബറേഷൻ നേടിയെടുക്കുന്നത് വിറ്റ്നസ് ചെയ്യാൻ കഴിയും. മൈ ലിബറേഷൻ നോട്ട്സ് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു ഡ്രാമയാണ്. റിയാലിറ്റി ആയിട്ട് നല്ല കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഇതിന് വൺ ഓഫ് ദ ഫേവറേറ്റ് ഡ്രാമയാണ്. ഒരു സ്ലോ പേസ് ഡ്രാമയാണിത്. കണക്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തേക്കാം, പക്ഷെ എനിക്കിത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രാമാസ് ആയിരുന്നു. സ്ലൈസ് ഓഫ് ലൈഫ് ഡ്രാമ ആണ്. അതുപോലെ അതിനൊപ്പം റൊമാൻസ്, ഒരു സ്ലോ ബേൺ റൊമാൻസ് ആണ് ഇതിൽ അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. സ്റ്റിൽ റൊമാൻസിലേക്ക് കൂടുതൽ ഫോക്കസ് പോകുന്നതില്ല. തീം ആണെങ്കിലും അതുപോലെ ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒരു പെർഫെക്റ്റ് ബാലൻസിലാണ് ഡ്രാമ മുൻപോട്ട് പോകുന്നത്. ജീവിതം ഒരു വലിയ കൊടുമുടി കയറുന്ന പോലെയാകാം. ഇടയ്ക്കൊന്ന് കിതച്ചാൽ അല്ലെങ്കിൽ ഒന്ന് തളർന്നിരുന്നാൽ അതിന് തെറ്റില്ല. മൈ ലിബറേഷൻ നോട്ട്സ് പറയുന്നത് നമ്മുടെ ഭാരങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ മോചനം നൽകാം എന്നാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ലൈഫിലും വസന്തം വരും. അതുവരെ സ്വയം സ്നേഹിക്കാൻ മറക്കരുതേ.